പി കെ ശശിനെയും കൃഷ്ണദാസിനെയും നിങ്ങളെ നേതാക്കൾ വിടുന്നില്ലല്ലോ. പി കെ ശശിനെ ഇനി ഒഴിവാക്കാൻ പാർട്ടിയിൽ സ്ഥാനങ്ങളൊന്നുമില്ല എന്നാണ് കേട്ടത്. ശശി സഖാവിനെ അങ്ങനെ അങ്ങോട്ട് ഒതുക്കാൻ ഞങ്ങൾ സമ്മതിക്കൊന്നുമില്ല. മൂപ്പര് പാർട്ടിക്കും വേണ്ടി ഒരുപാട് ചെയ്തിക്കണ്. ആ ചെയ്യലുകൊണ്ട് തന്നെ ഇനി ഒന്നും ചെയ്യണ്ടെന്നാണ് നിങ്ങളെ പാലക്കാട്ടെ നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. KTDCയുടെ അല്ലാത്ത എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മൂപ്പരെ മാറ്റിത്തരേ. ഇനി ഇവിടുത്തെ സാധനങ്ങൾ വല്ലതും കൈകൊണ്ട് തൊട്ടോ ആ കഴിഞ്ഞ വെട്ടിക്കളെ. പാലക്കാട്ടെ പാർട്ടിനെ കുറിച്ച് പറയാൻ കൃഷ്ണദാസിന് 100 നാക്ക് ചെയ്തു. പാലക്കാട്ടെ CPM പറ്റി നിങ്ങൾക്ക് ഒരു ചുക്കും മനസ്സിലായിട്ടില്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. പറഞ്ഞ് ആവേശം മൂത്തു. ഇപ്പൊ പറച്ചിൽ അധികമായി എന്ന് സ്വന്തം പാർട്ടിക്കാരന്നെ പറഞ്ഞു. ഇറച്ചിക്കടയ്ക്ക് മുമ്പിൽ പട്ടികൾ നിൽക്കുന്നത് പോലെ കാവൽ നിന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തുക. ഈ പറച്ചിലും തോൽക്കാൻ കാരണമായി എന്നാണ് നിങ്ങളെ പാർട്ടിക്കാർ കണ്ടെത്തിക്കുന്നത്. ഈ കണ്ടെത്തുന്നവരൊന്നും അന്ന് ശുക്കൂർ സഖാവിന്റെ വീട്ടിൽ കണ്ടില്ലല്ലോ. അന്ന് ഈ കൃഷ്ണദാസ് സഖാവ് ഇല്ലെങ്കിൽ കാണായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞവര്. ഓർക്കൊന്നും ഈ പ്രശ്നമില്ലേ? മതി, ചെയ്തിടത്തോളം പണി സഹായം ഒക്കെ മതി. ഇനി ഇവിടെ നനങ്ങി എല്ലാത്തിന്റെ കൈയും കാലും ഞാൻ പറ്റും. ഇപ്പൊ കൃഷ്ണദാസ് ഏട്ടൻ പറഞ്ഞതുകൊണ്ട് അത്ര തോറ്റത്. ഈ പെട്ടി വിവാദം കൊണ്ടുവന്നവർക്കൊന്നും ഒരു പ്രശ്നമില്ലേ? തീരുമാനിക്കുന്നതനുസരിച്ച് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. കേട്ടില്ലേ? എൻ്റെ കൃഷ്ണദാസിന് മോളിന്നും സപ്പോർട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. വികസനവും ജനങ്ങളുടെ ജീവിത പ്രശ്നമല്ലേ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കേണ്ടത്. അതിന് പകരം മഞ്ഞപ്പെട്ടി നീലപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം നടക്കും? ഞങ്ങളതിലില്ല. ഞങ്ങൾ മനുഷ്യന്റെ ജീവിത പ്രശ്നം ചർച്ച ചെയ്യാനാണ് നിൽക്കുന്നത് തെരഞ്ഞെടുപ്പിൽ. വോട്ട് എന്ന് പറഞ്ഞാൽ പ്യുവർലി 100% പൊളിറ്റിക്കൽ മാറ്ററാണ്. പൊളിറ്റിക്സ് തന്നെയാവണം തെരഞ്ഞെടുപ്പിൽ ചർച്ച. കേട്ടോ, മൂപ്പര് അന്നും പറഞ്ഞത് രാഷ്ട്രീയം പറയണമെന്നാണ് മൂപ്പര് പറഞ്ഞത്. അല്ല, അത് ഞങ്ങളുടെ മുമ്പിൽ അത് ഇല്ലല്ലോ. ഓരോ മുമ്പിലപ്പോ വെറും പെട്ടി മാത്രമേ പറയണ്ടേന്നുള്ളൂ, രാഷ്ട്രീയം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തിനാണ് ഇത് ചർച്ച ചെയ്യണം? തിരിച്ചടിയും മുന്നോട്ടടിയും പോക്കുമല്ലല്ലോ പ്രശ്നം. അതിപ്പോ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും ചിലവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അത് അദ്ദേഹം മനസ്സിലാക്കിക്കോളും. പാർട്ടി അമ്മാതിരി റിപ്പോർട്ടല്ല ഉണ്ടാക്കിക്കണത്. പാർട്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഏതായാലും പാലക്കാട്ടെ പാർട്ടിയുടെ ഈ പോക്ക് അത്ര നല്ലതിനല്ല. സന്ദീപ് വാര്യർ നല്ലതാണെന്നും വന്നാൽ സ്വീകരിക്കുമെന്നും പറഞ്ഞതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമല്ല. ആകെപ്പോൾ പ്രശ്നമുള്ളത് കൃഷ്ണദാസേട്ടനും ശശിയേട്ടനും മാത്രമാണ്. ദാർശനിക തലത്തിൽ നിന്ന് നോക്കിയാൽ ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയെടുത്തോളം RSSുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു മനസ്സല്ല. രാഷ്ട്രീയമായി ഞങ്ങളോട് യോജിക്കാവുന്ന നിലപാടുള്ള ആരെയും ഉൾക്കൊള്ളാൻ വിരോധമില്ല. ഇപ്പോഴുള്ള രാഷ്ട്രീയ നിലപാടിൽ നിന്ന് അദ്ദേഹം മാറുമെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇവർക്ക് എന്തും പറയാം. ഇവർ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ശശിയേട്ടനും കൃഷ്ണദാസേട്ടനും മാത്രമാണ് ഇപ്പോൾ പ്രശ്നക്കാർ. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ്, ഞാൻ തന്നെ വില്ലൻ. പെട്ടി വിവാദം ഒതുങ്ങിയിട്ടും പെട്ടി പൊട്ടിച്ച് റിസൾട്ട് വന്നിട്ടും ഒന്നും പാലക്കാട്ടെ ആ തെരഞ്ഞെടുപ്പിൻ്റെ നീറ്റൽ അങ്ങോട്ട് വിട്ടു പോയിട്ടില്ല.